അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ കളർകോട് എന്ന് പറയുന്ന സ്ഥലത്ത് വാഹന അപകടത്തിൽ മരണപ്പെട്ടുപോയ 5 പ്രിയപ്പെട്ട സഹോദരന്മാർ, അനുജന്മാർ, അവരുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിൽ മരണപ്പെട്ടുപോയ ഒരു സഹോദരന്റെ ജനാസ ഞാൻ ഇമാമായി നിൽക്കുന്ന, ഖത്തീബായി നിൽക്കുന്ന പള്ളിയിലാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത്. ഞാനാണ് അവിടെ ഇന്നലെ ഇമാമ് നിന്ന് മുഹമ്മദ് ഇബ്രാഹിമിന് വേണ്ടി നിസ്കരിച്ചത്. ആ മയ്യത്തടക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു നിമിഷങ്ങൾ, ആ മാനസികാവസ്ഥ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. لهم وأظله في ظلك يوم لا ظل إلا ظلك واسقنا واسقهم واسقه بكأس نبيك وحبيبك مصطفى. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈർ കൊടുക്കട്ടെ. അവരുടെയൊക്കെ കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമയും സഹനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും ആക്സിഡന്റുകളെ തൊട്ടും നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നതിന് തൊട്ട് അല്ലാഹു തആല പടച്ചവൻ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള അപകട മരണങ്ങളെ തൊട്ടും റബ്ബ് നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ വളരെയധികം സങ്കടത്തോടെ, ദുഃഖത്തോടെ ഇന്നലത്തെ പത്രമാധ്യമങ്ങളിലും ഇന്നുമൊക്കെയായി, ഇന്നത്തെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. ആലപ്പുഴ ജില്ലയിലെ കളർകോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച ഒരു സംഭവം. KSRTC ബസ്സുമായി അവർ സഞ്ചരിച്ചിരുന്ന ടവേര കാറ് അത് ഇടിക്കുകയും 11 പേരിൽ 5 പേര് തൽക്ഷണം മരണപ്പെടുകയും ചെയ്ത വാർത്ത നമ്മൾ എല്ലാവരും വായിച്ചവരാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിക്ക് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, എല്ലാമല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കും. അതുകൊണ്ടും ആണ് ഞാൻ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ ഒരു വിഷയം തന്നെ നിങ്ങളോട് സംസാരിക്കണമെന്ന് കരുതിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഏകദേശം 9 മണിയോടുകൂടിയാണ് ഈ ഒരു വലിയ ദാരുണമായ, നാടിനെ എന്നല്ല നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയൊക്കെ വലിയ കണ്ണീരിലാക്കിയ ആ ഒരു സംഭവം ഉണ്ടായത്. എന്താണെങ്കിലും പടച്ച റബ്ബ് ആ മരണപ്പെട്ടുപോയ, അല്ലെങ്കിൽ ആ ചികിത്സയിലൊക്കെ കഴിയുന്ന, ഗുരുതരമായ പരിക്കുകൾ ഏറ്റ് ചികിത്സയിൽ കഴിയുന്ന ആ മക്കളുടെ എല്ലാവരുടെയും കുടുംബാദികൾക്ക്, അവരുടെയൊക്കെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പടച്ച റബ്ബ് ക്ഷമ പ്രദാനിക്കുമാറാവട്ടെ. ആ മരണപ്പെട്ടുപോയ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മരണപ്പെട്ടുപോയ അവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഖൈറുകൾ പ്രദാനിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. നമ്മളൊക്കെ അതിന്റെ ആ ഒരു അപകടത്തിന്റെ CCTV ക്യാമറ ദൃശ്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് കാറിന്റെ ഇടതുഭാഗത്തെ മധ്യഭാഗം ബസിന്റെ മുൻഭാഗത്തേക്ക് ഇടിക്കുകയും കാറിലുള്ള ആളുകൾ വളരെ ഗുരുതരമായി, നമ്മൾ ആ ആക്സിഡന്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് ഭാവിയിലെ ഡോക്ടർമാരാവേണ്ടവരായിരുന്നു ആ മക്കൾ എല്ലാവരും, അല്ലെ? ഭാവിയിലെ ഡോക്ടർമാരാണ്. പിന്നെ പേരുകൾ തന്നെ പറയുമ്പോൾ അതിൽ ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരൊരു ആ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. 11 പേരാണ്, അതിൽ 5 പേരാണ് മരണപ്പെട്ടത്. ബാക്കിയുള്ളവരൊക്കെ ചികിത്സയിലാണ്. ആ അപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു തആല വേഗത്തിൽ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോ ഇന്നത്തോടു കൂടി അവരുടെയൊക്കെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാകും. ഇന്നലെ തന്നെ പലരുടെയും സംസ്കാര കർമ്മങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പൊ അതില് 5 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇവരൊക്കെ ഈ 5 പേരും ഏകദേശം 18-20 വയസ്സിന്റെ ഇടയിൽ മാത്രമുള്ള വലിയ പ്രതീക്ഷകളാണ്. അവരെ പറ്റി പറയുന്നത് ഓരോ ജില്ലകൾ, ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, കണ്ണൂർ ജില്ല, ലക്ഷദ്വീപ്, അങ്ങനെ ഓരോ ജില്ലകളും ഓരോ സ്ഥലങ്ങളുമായിട്ടാണ് അവരെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ നാടിനെ സംബന്ധിച്ചിടത്തോളം, ആ നാട്ടുകാരെ സംബന്ധിച്ച് അവരൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് ഈ എൻട്രൻസ് എക്സാമിനൊക്കെ ഇവരെല്ലാവരും നാട്ടുകാരോടൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ നാട്ടിലെ ആളുകളോടൊക്കെ പറഞ്ഞു, എല്ലാവരോടും സ്നേഹം. ഇപ്പൊ ആ ഓരോ സംസ്കാര ചടങ്ങിനിടയിലും നമുക്ക് കാണാൻ പറ്റും അയൽവാസികളായ ഉമ്മമാരൊക്കെ വളരെ വാവിട്ട് കരയുന്ന, സ്വന്തം മകൻ മരണപ്പെട്ടതുപോലെ അവർ ആ ഒരു ഫീലിംഗിലാണ് അവരെല്ലാവരും. വലിയ സങ്കടത്തിലും വലിയ ദുഃഖത്തിലുമൊക്കെയായി അവർ കഴിഞ്ഞുകൂടുന്നത്. ഒറ്റ മോനാണ് ഈ പാലക്കാട് ജില്ലക്കാരനായ ശ്രീദീപ് വത്സൻ എന്ന് പറഞ്ഞ അവന്റെ അമ്മക്കും അച്ഛനും ഒറ്റ മോനാണ് അവനുള്ളത്.
ഏകദേശം കുറച്ച് സമയം മുമ്പ് ഈ അപകടം നടക്കുന്നതിന് മുമ്പ് വിളിച്ചിരുന്നു, വീട്ടിലേക്ക് വിളിച്ച് എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വെച്ചതാണ്. പിന്നെ അടുത്ത കോള് ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ ആ ചെറുപ്പക്കാരന്റെ മരണവുമായിട്ടാണ്. പിന്നെ മറ്റൊരാള് ആലപ്പുഴ ജില്ലക്കാരനായ ആയുഷ് ഷാജി എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എനിക്കൊരു ഡോക്ടർ ആവണം, എനിക്ക് എൻ്റെ നാടിനെ സേവിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹങ്ങൾ. ഇവ ഈ മരണപ്പെട്ട എന്ന് മാത്രമല്ല ഈ 11 പേരും പഠിക്കാൻ മിടുക്കരായ ആളുകളാണ്. അതുപോലെ തന്നെ ദേവാനന്ദൻ മലപ്പുറം ജില്ലക്കാരനാണ്, ഓന്റെ അമ്മയുടെ വീട് കോട്ടയത്താണ്. അതുപോലെ കണ്ണൂർ ജില്ലക്കാരനായ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന സഹോദരൻ, അവൻ പുതിയൊരു വീട് വെച്ച് അതിന്റെ വീട് താമസമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പഠനത്തിന് വേണ്ടി ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് വരുന്നത്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് ആന്ത്രോത്ത് സ്വദേശിയായ PP മുഹമ്മദ് ഇബ്രാഹിം. അപ്പൊ ഈ മരണപ്പെട്ടു പോയ 5 ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഖൈറുകൾ പ്രധാനിക്കട്ടെ എന്ന് നമുക്കിങ്ങനെ ദുആ ചെയ്യാം. ഇതില് ഈ ലക്ഷദ്വീപുകാരനായ PP ഇബ്രാഹിം, മുഹമ്മദ് ഇബ്രാഹിം, ആ സഹോദരനെ 18 വയസ്സാണ് അവനിക്കുള്ളത്. ഓനെ നമ്മുടെ പള്ളിയിലാണ്, എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ്, അതിന്റെ ഖബർസ്ഥാനിലാണ് ഇന്നലെ ഏകദേശം ഒരു 3 മണി 3:15 ആ ഒരു സമയത്താണ് മയ്യത്ത് അടക്കുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് സാങ്കേതികമായ പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ കപ്പൽ മാർഗമാണെങ്കിൽ 1-2 ദിവസങ്ങൾ പിടിക്കും. അപ്പൊ തന്നെ ആ മയ്യത്തിനൊരു മോശം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്ലൈറ്റ് വഴി കൊണ്ടുപോകാൻ പറ്റും. അത് അഗത്തി ദ്വീപിലാണ് ഫ്ലൈറ്റ് സംവിധാനമുള്ളത്. അവിടെ ഇറങ്ങി പിന്നെയും ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപുകാരനാണ് ഈ മരണപ്പെട്ട PP മുഹമ്മദ് ഇബ്രാഹിം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള മറ്റ് തടസ്സങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ്, എറണാകുളം മാർക്കറ്റ് ജൂ സ്ട്രീറ്റിലുള്ള എറണാകുളം സെൻട്രൽ മസ്ജിദ്, അവിടെയാണ് ഇപ്പോൾ അടക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലക്ഷദ്വീപുകാരെന്ന് മാത്രമല്ല, ലക്ഷദ്വീപിലെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ദ്വീപിലെയും പല ആളുകളും നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലും അതുപോലെ ലിസി ഹോസ്പിറ്റലിലൊക്കെ ഈ ചികിത്സയ്ക്ക് വേണ്ടി വന്ന് അവസാനം ചികിത്സ ഫലിക്കാതെ മരണപ്പെട്ടു പോയാൽ അവരൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രയാസമാകുമ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് അടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ പരിസരത്തുള്ള പല മഹല്ലത്തുകളിലും അവരുടെ ജനാസയൊക്കെ അടക്കാറുണ്ട്. ഇപ്പോ ഈ PP മുഹമ്മദ് ഇബ്രാഹിം ഓന്റെ മയ്യത്ത് നമ്മുടെ പള്ളിയിലാണ് ഇന്നലെ അടക്കം ചെയ്യപ്പെട്ടത്. ഒരുപാട് ആളുകളാണ് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ സംസ്കാര മയ്യത്ത് പരിപാലനത്തിനൊക്കെ വേണ്ടി സംവദിച്ചത്. ഒരുപാട് പേര് ദ്വാരന്നു, ഒരുപാട് പേര് പൊട്ടിക്കരയുകയാണ്, അല്ലെ? പൊട്ടിക്കരയെന്ന് പറഞ്ഞാല് ഈ മുഹമ്മദ് ഇബ്രാഹിമിന്റെ മയ്യത്ത് ഇങ്ങനെ വെച്ചിട്ട് ഓന്റെ വാപ്പ, അതെ, അവരെ വാപ്പയും ഉമ്മയും ദ്വീപിലായിരുന്നു, അവര് ഇവിടെ വന്നു, ഫ്ലൈറ്റ് മുഖേന ഇവിടെ വന്നു. അത് ഭയങ്കര എന്താ പറയാ, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, ഭയങ്കരമായ കരച്ചിലും സങ്കടവും. മുഹമ്മദ് ഇബ്രാഹിമിന്റെ മയ്യത്ത് വെച്ചിട്ട് ആ വാപ്പ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. വാപ്പ ഇങ്ങനെ കരഞ്ഞ് അവസാനം അദ്ദേഹത്തിന് ഇമാമ് നിൽക്കാൻ അദ്ദേഹം ആദ്യം മുന്നിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ എന്നെ കൈ കാണിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നിസ്കാരം പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിക്കൊള്ളണം എന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇമാമ് നിന്നാൽ മതി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനാണ് അവിടെ ഇന്നലെ ഇമാമ് നിന്ന് മുഹമ്മദ് ഇബ്രാഹിമിന് വേണ്ടി നിസ്കരിച്ചത്. അള്ളാഹു പടച്ചവനെ ആ സഹോദരന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അതായത് ഈ ഇബ്രാഹിമിന്റെ പിതാവിന് 2 മക്കളാണ്. ഒന്ന് ഇബ്രാഹിം, ഇപ്പൊ മരണപ്പെട്ടു പോയ മുഹമ്മദ് ഇബ്രാഹിം, ഓനിക്ക് 18 വയസ്സാണ്. പിന്നെ ഉള്ളത് അഷ്ഫാഖ് എന്ന് പറയുന്ന ആ പേരുകാരനായ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനാണ്. വളരെ ചെറുപ്പം, അതായത് ഇക്കാക്കയെ ജ്യേഷ്ഠനെ കാത്തിരിക്കുകയാണ്. ലീവിനൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് എറണാകുളത്ത് നിന്ന് ഒരുപാട് കളി സാധനങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, വെറൈറ്റി ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അതൊക്കെയായി കാത്തിരിക്കുന്ന ഒരു അനുജൻ, ആ അനുജനെയും ആ വാപ്പയെയും ആ ഉമ്മയെയൊക്കെ തനിച്ചാക്കി അവൻ റഹ്മത്തിന്റെ ലോകത്തിലേക്ക്, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. പടച്ചവനെ റഹ്മാനെ, ഞങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്, കാറിൽ സഞ്ചരിക്കുന്നവരാണ്, ബൈക്കിൽ സഞ്ചരിക്കുന്നവരാണ്. എല്ലാ അപകടങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ എന്ന് നമുക്ക് ഇങ്ങനെ എപ്പോഴും നമുക്ക് ദ്വാരക്കാം. ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, വളരെ പാവപ്പെട്ടവരാണ്. ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പാവപ്പെട്ട ഈ അവിടുത്തെ കൂടുതൽ ആളുകളും ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഈ നമ്മുടെ മരണപ്പെട്ട മുഹമ്മദ് ഇബ്രാഹിം, ഓന്റെ പിതാവും അതുപോലെ തന്നെ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. കുടുംബത്തിന് വലിയ മുതൽക്കൂട്ടായിരുന്നു. ഇവൻ ഡോക്ടറാവാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന് പഠിക്കുന്നു, വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. അതൊക്കെ വലിയ അഭിമാനത്തോടു കൂടി ആ പിതാവും മാതാവും പറഞ്ഞ കാലമുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ വിധിയാണ് ഇതൊക്കെ, അള്ളാഹുവിന്റെ വിധിയാണ്. അതിനെ തകർക്കാനോ അതിനെ മാറ്റി നിർത്താനോ നമുക്ക് ഒന്നും സാധിക്കില്ല. അത് എപ്പോഴാണോ അള്ളാഹു വിധിച്ചത് അത് ആ സമയത്ത് വരിക തന്നെ ചെയ്യും. ഇപ്പോ ഗതാഗത വകുപ്പ് ഈ അപകടം ഉണ്ടായതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. പറയുന്നു കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് ഇത് അപകടമുണ്ടായത്, അല്ല റോഡിലെ വാഹനം ഒരുപാട് മഴ പെയ്ത് വെള്ളം നിൽക്കുന്ന റോഡിൽ വാഹനത്തിന്റെ ടയർ തെന്നിപ്പോയി ബസ്സിലേക്ക് ഇടിച്ചതാണ്. പിന്നെ മറ്റൊരു കാരണം പറയുന്നത് ഡ്രൈവിംഗിലെ പരിചയക്കുറവാണ്.
പിന്നെ അതുപോലെ തന്നെ വേറൊരു കാരണം പറയുന്നത്, ഈ ഗ്ലാസ്സിൽ, ഈ രാത്രിയാകും ഗ്ലാസ്സിൽ ഈ AC-യുടെ ആ ഒരു മഞ്ഞ് പോലെ ഉണ്ടാവില്ല, മൂടൽ ഉണ്ടാകും. അതുകൊണ്ട് കണ്ണ് കാണാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് അപകടത്തിൽ പെടണ്ടെന്ന് പറഞ്ഞ് മുന്നിലൂടെ ഒരു കാറ് പോകുന്നുണ്ട്. അപ്പൊ അതിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി വളച്ചപ്പോ തെന്നിപ്പോയതാണ്. അതുപോലെ തന്നെ കാറിന്റെ കാലപ്പഴക്കമാണ്, കാഴ്ച മങ്ങിയതാണ്, അമിത വേഗതയാണ്, ഓവർ സ്പീഡാണ്, ഓവർലോഡാണ്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ത് കാരണമാണെങ്കിലും ഇതൊക്കെ എല്ലാത്തിലും ഉപരിയായ ഒരു കാരണമുണ്ട്. അത് അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ ഖദർ ഖളായാണ്. അതിനിപ്പോ ആ ഖളാ വരുന്നതിൽ, ആ വിധി വരുന്നതിൽ ഇനിയിപ്പോ ഒരു വാഹനം തന്നെ വേണമെന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു വീണ് മരിക്കാലോ. എത്രയോ ആളുകൾ അറ്റാക്ക് വന്ന് അല്ലെ പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു. പേര് നമ്മൾ ഇടുന്നു എന്ത്, സൈലന്റ് അറ്റാക്ക്. അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നു, പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓരോ കാരണങ്ങൾ മാത്രം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്ന മലക്കാണല്ലോ, ആത്മാവിനെ പിടിക്കുന്ന മലക്കാണ്. അസ്രായീൽ എന്ന മലക്ക് അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ മനുഷ്യന്മാരുടെയും ജീവികളുടെയും മൃഗങ്ങളുടെയൊക്കെ റൂഹിനെ പിടിക്കുന്ന, ആത്മാവിനെ പിടിക്കുന്ന ജോലിയാണ് ഈ അസ്രായീൽ എന്ന മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടത്. ആ സമയത്ത് ഈ ജോലി ഏറ്റെടുക്കും മുമ്പ് അസ്രായീൽ പറഞ്ഞു, റബ്ബേ, ഞാൻ ഈ ഓരോ ആളുകളുടെയും മനുഷ്യരുടെയൊക്കെ റൂഹിനെ പിടിക്കുമ്പോൾ അവരെന്നെ കുറ്റം പറയില്ലേ, അവരെന്നെ ശപിക്കില്ലേ, ഈ അസ്രായീലാണെന്ന് എന്നെ പറ്റി പറയില്ലേ, എന്നെ പറ്റി മോശം പറയില്ലേ? ആ സമയത്ത് അള്ളാഹ് പറഞ്ഞു, ഇല്ല, ഒരിക്കലും അങ്ങനെയില്ല. ഓരോ ആളുകൾ മരിക്കുന്നതിനും ഞാൻ ഓരോ കാരണം കൊടുക്കും. ഇപ്പോൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ 5 സഹോദരന്മാർ, അവർ മരണപ്പെടാൻ നമ്മൾ പറയുന്ന കാരണം എന്താണ്? ഒരു കാർ ആക്സിഡന്റ് ആണ്, അല്ലെ? അതുപോലെ തന്നെ ഇന്നലെ തന്നെ എത്രയോ ഒരു സഹോദരൻ, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം കാറിൽ സഞ്ചരിക്കുമ്പോൾ വലിയൊരു താഴ്ചയിലേക്ക് വീണ്, വെള്ളത്തിലേക്ക് വീണ് അദ്ദേഹം മരണപ്പെട്ടു. ഇങ്ങനെ എത്രയോ ആളുകൾ, ആലപ്പുഴയിൽ തന്നെ മറ്റൊരു അപകടം നടന്നു, അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊരു അപകടം നടന്നു. ഇങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ അപകടങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ രോഗങ്ങൾ, വ്യത്യസ്തമായ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. അങ്ങനെ അല്ലെങ്കിൽ അല്ലാഹു തആല തരുകയാണ്. അപ്പൊ അസ്രായീലിനോട് പറഞ്ഞു, നിന്നെ ആരും കുറ്റം പറയില്ല, എല്ലാവരും രോഗങ്ങളെ പഴിക്കും, അല്ലെങ്കിൽ എന്താണ് അപകടങ്ങളെ പഴിക്കും. അങ്ങനെയൊക്കെ ആ ഒരു സംവിധാനം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് സമയത്തും മരണം സംഭവിക്കാം. പിന്നെ പലരും ചോദിച്ചു, ഉസ്താദ്, ഈ ഒരു മരണത്തിന് ആ മക്കൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ശുഹദാ ഉമ്മത്തി കസീർ, എന്റെ ഉമ്മത്തിൽ ഒരുപാട് ശുഹദാക്കൾ ഉണ്ടെന്നാണ്. ആ ശുഹദാക്കൾ 2 തരത്തിലാണ്. ഒന്ന്, ദുനിയാവിലും ആഖിറത്തിലും ഷഹീദായവർ, അതായത് ആ ഷഹദാഇന്റെ കൂലി ദുനിയാവിലും ആഖിറത്തിലും കിട്ടും. അങ്ങനെയുള്ള ആളുകൾ അത് ആരാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളുമായി ധർമ്മസമരം ചെയ്തിട്ട് ഷഹീദായ ആളുകളാണ്. അവർ ദുന്യാവിലും ആഖിറത്തിലും ഷഹീദാൻ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ ദുന്യാവിൽ സ്വാഭാവികമായ മരണം സംഭവിച്ചവരാണ്, ഇതുപോലെ അപകടങ്ങൾ, അതുപോലെ രോഗങ്ങൾ വന്ന് മരണപ്പെട്ടവരാണ്. പക്ഷെ ആഖിറത്തിൽ വരുമ്പോൾ അവർക്ക് ശുഹദാഇന്റെ പ്രതിഫലം കിട്ടും. അങ്ങനെയുള്ള ചില വിഭാഗമുണ്ട്. അവരാരാണ്? ഒന്നാമതായി നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ത്വാഊൻ, പകർച്ചവ്യാധികൾ വന്ന് മരണപ്പെടുന്ന മുഅ്മിനീങ്ങൾ. രണ്ടാമത്തേത് ബിദാഇൽ ബത്ൻ, ശരീരത്തിന്റെ ഉള്ളിലെ രോഗം, അതായത് വൈറസ് സംബന്ധമായ വൈറൽ ക്യാൻസർ വരിക, അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം വരിക, അല്ലെങ്കിൽ കുടലിൽ പ്രശ്നം വരിക, അങ്ങനെ വന്ന് മരണപ്പെടുന്നവർ, അവർക്കും ശുഹദാഇന്റെ കൂലിയുണ്ട്. പിന്നെ ഗരീഖ്, മുങ്ങി മരണപ്പെടുക, ഒരു മുഅ്മിനായ മനുഷ്യൻ മുങ്ങി മരിക്കുക, അവനിക്കും കിട്ടുന്നത് ശുഹദാഇന്റെ പ്രതിഫലമാണ്. പിന്നെയോ സ്വാഹിബിൽ ഹദം, അതായത് എന്തെങ്കിലും ഒരു ഇടുക്കത്തിൽപ്പെട്ട് മരിക്കുക, ഇപ്പൊ കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരിക്കുക, അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും വീണ് മരിക്കുക. ഇപ്പൊ ഈ ഒരു അപകടത്തെ പറ്റി പറയുമ്പോൾ അല്ലെ, ആ സീറ്റുകൾക്കിടയിൽ അമർന്നായിരിക്കാം ഒരുപക്ഷെ ആ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ അവർക്കും എന്താണ്, അങ്ങനെ മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കുമെന്നാണ്. പിന്നെ ഒരു സ്ത്രീ, അഞ്ചാമതായി പറയുന്ന ഒരു സ്ത്രീ, അവൾ പ്രസവാനന്തരം അതുമായി ബന്ധപ്പെട്ട പ്രയാസത്തിൽ മരണപ്പെട്ടാൽ അവർക്കും അല്ലാഹു തആല എന്താണ്, ശുഹദാഇന്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസ് ഉണ്ട്, അല്ലാഹു തആല നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയട്ടെ, ഭാഗ്യം, ആ ഭാഗ്യം പലപ്പോഴും നമ്മൾ കൊതിക്കാറില്ല. എന്താണ് ഭാഗ്യം? മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെടുക, അത് ആ മക്കൾക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ്. കാരണം ഉമ്മയുടെയും വാപ്പയുടെയും ദുആ, അല്ലാഹുവേ അദ്ദേഹത്തിനും അതുപോലെ മരണപ്പെട്ട ആ മക്കൾ, അവർക്ക് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും ഒക്കെ അവരുടെ ആ ഒരു ബർസഖിയായ ജീവിതത്തിൽ നീ കൊടുക്കണേ റഹ്മാനെ. കാരണം നമുക്കറിയില്ലല്ലോ ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലായ ആളുകളെന്ന്. അതുകൊണ്ട് അപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ രക്കുക. മക്കൾ മരണപ്പെടുന്ന സമയത്ത് ആ മാതാപിതാക്കളെ പറ്റി അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും, എന്താണ് എന്റെ അടിമ, ആ അടിമയുടെ മകൻ അല്ലെങ്കിൽ മകൾ മരണപ്പെട്ടല്ലോ, എന്താണ് അവരുടെ മാനസികാവസ്ഥ? ആ സമയത്ത് അവർ പറയും, അല്ലാഹുവേ, ആ മാതാപിതാക്കൾ ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല പറയും, എങ്കിൽ അവർക്ക് ഞാൻ ഒരു അനുഗ്രഹമായി കൊടുത്ത അവരുടെ മക്കൾ, ആ മക്കൾ മരണപ്പെട്ട കാരണം കൊണ്ട് അവർ വിഷമിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്, അവർ ക്ഷമിക്കുകയാണ്, അതിന് പകരം സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം, വലിയ വീടുകൾ അവർക്ക് ഞാൻ കൊടുക്കുമെന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണേ എന്ന് പോലും മലക്കുകളോട് അല്ലാഹു തആല
പറയുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് അവസാനമായി പറയാനുള്ളത്, നമ്മുടെ മക്കൾ അവർ പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, മറ്റ് നാടുകളിലേക്ക് പോകുന്നവരുണ്ട്, മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ പോകുന്ന സമയത്ത് ഉമ്മയും വാപ്പയും പ്രത്യേകം നമ്മുടെ മക്കൾക്ക് വേണ്ടി പറയണം എന്ത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എപ്പോഴും മക്കളെ ഓർക്കുന്ന സമയത്ത് നമ്മൾ ഈ ദിക്ർ ഇങ്ങനെ മാതാപിതാക്കൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ കാവൽ. നമ്മുടെ ദുആ, മാതാപിതാക്കളായ നമ്മുടെ ദുആയാണ് അവരുടെ പ്രൊട്ടക്ഷൻ എന്നാണ്, അല്ലെ? അവരുടെ പ്രൊട്ടക്ഷൻ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മയാകുന്ന മറിയം ബീവിയുടെ ജനാസ അടക്കം ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കല്ലിൽ തട്ടി താഴേക്ക് വീഴുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, ഓ ഈസാ, ഇനി മുതൽ നീ എന്ത് ചെയ്യണം? നീ പ്രത്യേകം കാവലിന് വേണ്ടി ദുആരക്കണം. ഇത്രയും നാൾ നിന്റെ ഉമ്മയുണ്ടായിരുന്നു, ആ ഉമ്മയുടെ ദുആഇന്റെ കാവൽ കൊണ്ടാണ് നീ ഇത്രയും കാലം ജീവിച്ചത്. ഇനി നീ എന്ത് ചെയ്യണം? ഉമ്മ മരണപ്പെട്ട സ്ഥിതിക്ക് നീ സ്വന്തമായി എന്നോട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്നാണ്. അതുകൊണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും ദുആ അത് വല്ലാത്തൊരു കാവലാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക, ദുആരക്കുക. പ്രത്യേകിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലൈഹി, അവരെ പറ്റി ഓർക്കുമ്പോഴെല്ലാം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ മറന്നു പോവണ്ട. അല്ലാഹു തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിക്കുന്ന മക്കൾ അവർക്ക് അല്ലാഹു തആല ഉന്നതമായ വിജയം, നല്ല മാർക്കോടുകൂടി പാസ്സാവാനും അവരുടെ ഭാവി ജീവിതം ഭാസുരമാവാനും അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അപകടങ്ങളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ അപകടത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമയും സഹനവും അതുപോലെ തന്നെ പകരക്കാരെയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.